ഡോക്ടർ റാമിനെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിന്ന് പുറത്താക്കി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കുറ്റാരോപിതനായ അനാട്ടമി മേധാവി ഡോക്ടർ MK റാമിനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി. അധ്യാപകനെതിരെ വിദ്യാർത്ഥികളുടെ കനത്ത പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് നടപടി. നേരത്തെ ഡോക്ടർ റാമിനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിതിന്റെ മരണത്തിന് പിന്നാലെ കോളേജിൽ ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം നടന്നിരുന്നു. ഡോക്ടർ റാമിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. റിപ്പർ ചന്ദ്രൻ കേസിലെ ദൃക്സാക്ഷി വീടിനകത്ത് മരിച്ച നിലയിൽ. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് ശാസ്താക്ഷേത്രത്തിന് സമീപം ബാലചന്ദ്രയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മംഗളൂരുവിലുള്ള സഹോദരി ശശികല ബുധനാഴ്ച വൈകിട്ട് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. 3 ദിവസമായി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്നായിരുന്നു സഹോദരി വീട്ടിലെത്തിയത്. ക്ഷേത്ര പൂജാരിമാരുടെ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു ബാലചന്ദ്ര. ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചു. ജില്ലാ നേതാവിനെ പുറത്താക്കി CPI. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ LDF സ്ഥാനാർത്ഥി മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ച നേതാവിനെ CPI സസ്പെൻഡ് ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗവും അമ്പലത്തറ മുൻ വാർഡ് കൌൺസിലറുമായ VS സുലോചനയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചത് സംബന്ധിച്ച ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. ശബ്ദരേഖ പരിശോധിച്ചപ്പോൾ സുലോചനന്റെ ശബ്ദമാണെന്ന് തെളിഞ്ഞതായി ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രി GR അനിൽ തുടങ്ങിയവർ പങ്കെടുത്ത CPI ജില്ലാ കൌൺസിൽ യോഗത്തിലാണ് സുലോചനയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തത്. SSLC പരീക്ഷാഫലം നീട്ടി. SSLC ഫലം മെയ് 3-ാം വാരവും ഹയർ സെക്കൻഡറി ഫലം മെയ് 25-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. SSLC മൂല്യനിർണ്ണയം ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ 72 കേന്ദ്രങ്ങളിലായി നടക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 89 ക്യാമ്പുകളിലായി ഏപ്രിൽ 16 മുതൽ ആരംഭിക്കും. മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി കുംഭമേള വൈറൽ താരം. പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി വിവാഹിതയായ കുംഭമേള വൈറൽ താരം. വിവാഹവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് അന്വേഷിക്കുന്നതിനായി മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നതിന് പിന്നാലെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ വെച്ച് നടത്തിയ പെൺകുട്ടിയുടെ വിവാഹം ചർച്ചയാവുകയും പെൺകുട്ടിയുടെ പ്രായം 18-ന് താഴെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതിനകം കേരള പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന് തിരിച്ചടി. ഇടുക്കി വട്ടവടയിലെ ചിലന്തിയാർ ചെക്ക് ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ ആശ്വാസം. ചിലന്തിയാർ ചെക്ക് ഡാം നിർമ്മാണ നടപടികൾ തടഞ്ഞ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാനത്തിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി. നിർമ്മാണ നടപടികൾ തടഞ്ഞ ഹരിത ട്രൈബ്യൂണൽ നടപടി സ്റ്റേ ചെയ്ത സുപ്രീംകോടതി എതിർകക്ഷികൾക്കടക്കം നോട്ടീസും അയച്ചു. വട്ടവടയിലെ ചിലന്തിയാർ ചെക്ക് ഡാം നിർമ്മാണത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇടപെടുന്നതിനെതിരെ കേരളം ഇക്കഴിഞ്ഞ മാർച്ച് 25-നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി S ജയതിലകായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി ട്രിബ്യൂണൽ ഇടപെടലിനെതിരെ ഹർജി നൽകിയത്. പീഡനക്കേസിൽ IT വ്യവസായി വേണുഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം നൽകി സുപ്രീംകോടതി. കർശന നിബന്ധനകളോടുകൂടിയാണ് ജാമ്യം നൽകിയത്. അതിജീവിതയെ സ്വാധീനിക്കാൻ പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടണം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ K മുരളീധരൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ ആഞ്ഞടിച്ച് K മുരളീധരൻ. സിംഗിൾ ഡാൻസ് കളിക്കാൻ ആരും ശ്രമിക്കേണ്ടെന്നും വെറുതെ ജനങ്ങളെ കൊണ്ട് മോശം അഭിപ്രായം പറയിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളത്ത് പഞ്ചായത്ത് അംഗത്തെ മദ്യവിൽപ്പന സംഘം മർദ്ദിച്ചതായി പരാതി. എറണാകുളം കോതമംഗലത്ത് മദ്യവിൽപ്പനയെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകിയ വനിതാ പഞ്ചായത്ത് അംഗത്തെ മദ്യവിൽപ്പന സംഘം മർദ്ദിച്ചതായി പരാതി. കുട്ടമ്പുഴ വനിതാ പഞ്ചായത്ത് അംഗം ബിന്ദു രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. ബിന്ദുവിന്റെ വസ്ത്രങ്ങൾ അടക്കം വലിച്ചു കീറിയെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. ക്ലബിന്റെ വിശ്വാഘോഷത്തിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടെയാണ് ബിന്ദുവിനും കുടുംബത്തിനും നേരെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വിജയ്ക്കെതിരെ വീണ്ടും പോലീസ് കേസ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കെ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ വീണ്ടും കേസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് മാമ്പലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രചാരണത്തിന് മാത്രമായിരുന്നു അനുമതി. എന്നാൽ വിജയ് റോഡ് ഷോ നടത്തിയെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാത്രമായിരുന്നു പോലീസ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് വിജയുടെ റോഡ് ഷോ ആയി അത് മാറുകയായിരുന്നു. ഇത് ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാക്കുകയും പൊതുജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടാവുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്.